കേരള മുൻ രജിസ്ട്രാർ കെ.എസ്. അനിൽകുമാറിന് മറ്റു പദവി നൽകാൻ ആലോചന. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലെ പ്രധാന ചുമതല നൽകുമെന്നാണ് സൂചന. ഏതെങ്കിലും സർവകലാശാലയിൽ പ്രോ VC ആക്കാനും ആലോചനയുണ്ട്. സർക്കാർ ഗവർണർ തർക്കത്തെ തുടർന്നാണ് അനിൽകുമാറിന് രജിസ്ട്രാർ സ്ഥാനം നഷ്ടമായത്. ഗോപാൽ ശിലാസനൽ വിവരങ്ങളുമായി. ഗോപാൽ, ഇപ്പോൾ സ്ഥാനം നഷ്ടമായി, പക്ഷേ അതിനേക്കാൾ വലിയൊരു പദവി നൽകാനുള്ള ആലോചനയാണോ ഇപ്പോൾ നടക്കുന്നത്? അങ്ങനെ തന്നെയാണ് പറയേണ്ടത് സ്മൃതി. കാരണം ഭാരതാംബ വിവാദവുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നതിൻ്റെ ഭവിഷ്യത്താണ് അനിൽകുമാറിന് അനുഭവിക്കേണ്ടി വന്നത്. മാസങ്ങളോളം സസ്പെൻഷനിൽ തുടരേണ്ടി വന്നു. ഒടുവിൽ സർക്കാരും ഗവർണറും തമ്മിലുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് രജിസ്ട്രാർ സ്ഥാനത്ത് നിന്ന് സ്ഥലം മാറ്റം വാങ്ങി പഴയ മാതൃസ്ഥാപനത്തിലേക്ക് മടങ്ങിപ്പോകേണ്ടി വന്നു. ഇപ്പോൾ ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിൽ അദ്ദേഹം പ്രിൻസിപ്പലായി സേവനമനുഷ്ഠിച്ചു വരികയാണ്. ഈ ഘട്ടത്തിലാണ് അത്തരത്തിൽ സർക്കാരിനൊപ്പം നിന്ന അനിൽകുമാറിനെ കൈവിടേണ്ടതില്ല എന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് മറ്റൊരു പദവി നൽകുന്നതിന് വേണ്ടിയുള്ള ആലോചനകൾ പുരോഗമിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലെ ഏതെങ്കിലും പ്രധാനപ്പെട്ട പദവി നൽകുന്നതിന് വേണ്ടിയുള്ള ആലോചനയാണ് ഒരു വശത്ത് നടക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ യോഗ്യതയ്ക്ക് അനുസൃതമായ പദവികൾ ഉണ്ടോ എന്ന ചോദ്യം നിലനിൽക്കുന്നതിനാൽ തന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും സർവകലാശാലകളിൽ ഇപ്പോൾ സ്ഥിരം സർവകലാശാല VC നിയമനത്തിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ പുരോഗമിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും സർവകലാശാലകളിലെ പ്രോ VC സ്ഥാനത്തേക്ക് അദ്ദേഹത്തിനെ പരിഗണിക്കുന്നതിന് വേണ്ടിയുള്ള ആലോചനകളും ചർച്ചകളും കൂടി പുരോഗമിച്ചു വരികയാണ്. അത് സ്ഥിരം VC നിയമനം നടക്കുന്നതിനൊപ്പം തന്നെ പ്രോ VC നിയമനം നടത്തുക എന്ന തരത്തിലേക്കാണ് ആ ചർച്ചകൾ പുരോഗമിച്ചു വരുന്നത്. എന്താണെങ്കിലും അനിൽകുമാറിന് ഉണ്ടായ നഷ്ടങ്ങൾ, കേടുപാടുകൾ അത് നികത്തി തന്നെ മുന്നോട്ട് പോകണം എന്ന നിലപാട് തന്നെയാണ് സർക്കാരിനും CPM-നും ഉള്ളത്. ശരി, ഗോപാൽ ശിലാസനാണ് വിവരങ്ങൾ നൽകിയത്.